പെഗാസസ് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഫോൺ ചോർത്തിയെന്ന റിപ്പോർട്ട്. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവും പ്രഹ്ലാദ് സിംഗ് പട്ടേലും പട്ടികയിലുണ്ട്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ, TMC നേതാവ് അഭിഷേക് ബാനർജി, തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന അശോക് ലവാസ ഉൾപ്പെടെയുള്ളവരും ഫോൺ ചോർത്തപ്പെട്ടവരുടെ പട്ടികയിലുണ്ടെന്ന് റിപ്പോർട്ട്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ആരോപണമുന്നയിച്ച യുവതിയുടെ 3 മൊബൈൽ ഫോണുകളും ചോർത്തി. വസുന്ധര രാജെ സിന്ധ്യയുടെ പ്രൈവറ്റ് സെക്രട്ടറി സഞ്ജയ് കശ്രുവിന്റെയും VHP നേതാവ് പ്രവീൺ തൊഗാഡിയയുടെയും ഫോണും ചോർത്തി. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേർന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, വളരെ നിർണായകമായ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരടക്കം അവരുടെ അടക്കം ഫോണുകൾ ചോർത്തിയെന്ന വിവരം പുറത്തു വരുന്നു. എത്ര ഗുരുതരമായ റിപ്പോർട്ടാണ്, എത്ര ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്? ജോൺ, കഴിഞ്ഞ ദിവസം ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട പുറത്തു വന്നത് മാധ്യമ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും പേരുകളായിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും BJPയെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പേരുകളാണ് ഇന്ന് രണ്ടാം ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് BJP നേതാക്കൾ, നിലവിലെ കേന്ദ്രമന്ത്രിമാർ വരെ ഈ ഫോൺ ചോർത്തൽ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിലെ IT മന്ത്രിയായ അശ്വിനി വൈഷ്ണവിന്റെ ഫോൺ ചോർത്തപ്പെട്ടതിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ്, അതായത് 2017 മുതൽ 2019 വരെയുള്ള 2 വർഷ കാലയളവിലാണ് അദ്ദേഹത്തിന്റെ ഫോൺ ചോർത്തപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെയാണ് ജലശക്തി മന്ത്രിയായ പ്രഹ്ലാദ് സിംഗ് പട്ടേലിന്റെ ഫോണും ചോർത്തപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്നുള്ളത്, ഇന്ന് സഭയിൽ ഈ ഫോൺ ചോർത്തൽ സംഭവം നിഷേധിച്ചുകൊണ്ട് നിലപാടെടുത്ത വ്യക്തിയാണ് കേന്ദ്ര IT മന്ത്രിയായ അശ്വിനി വൈഷ്ണവ്. അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെയാണ് മണിക്കൂറുകൾക്കകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ചോർത്തിയ ഫോണുകളിൽ അദ്ദേഹത്തിന്റെ ഫോണും ഉൾപ്പെടുന്നു എന്ന വിവരം. ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷ നിരയിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നീ പേരുകളാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന 2018-19 വർഷങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും നടന്നു വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ 2 ഫോണുകൾ ചോർത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ രാഹുലുമായി ബന്ധമുള്ള 9 പേരുടെ ഫോണുകൾ കൂടി ഇത്തരത്തിൽ ചോർത്തിയിരിക്കുന്നു. ഇതിൽ 5 പേർ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഹുലിന്റെ സുഹൃത്തുക്കൾ മാത്രമാണ്. ഇവരുടെ ഫോണുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ചോർത്തിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഫോൺ ചോർത്തി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നത് പ്രിയങ്കയ്ക്ക് ഇത്തരത്തിൽ ലഭിച്ച ഒരു സന്ദേശത്തിൽ നിന്നായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ പേരും ഇന്ന് പുറത്തു വന്ന പട്ടികയിലുണ്ട്. ഇതുകൂടാതെ നിർണായകമാകുന്നത് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഫോൺ ഉൾപ്പെടെ ചോർത്തി എന്നുള്ള വിവരമാണ്. 2019 തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന അശോക് ലവാസയുടെ ഫോണും ചോർത്തിയതിൽ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തി എന്ന പ്രതിപക്ഷ പാർട്ടികൾ പരാതി നൽകിയപ്പോൾ ഇത് പരിശോധിച്ച തെരഞ്ഞെടുപ്പ് സമിതിയുടെ 3 അംഗങ്ങളിൽ ഒരാളായിരുന്നു ആ ഘട്ടത്തിൽ ലവാസ. അദ്ദേഹമാണ് ഇത്തരത്തിൽ വിയോജനക്കുറിപ്പ് എഴുതി പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഫോണും ആ കാലയളവിൽ, അതായത് തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവിൽ ചോർത്തപ്പെട്ടിരിക്കുന്നു. ഇതുകൂടാതെയാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ ഫോൺ ചോർത്തിയിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്, അതായത് ബംഗാൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഫോൺ ചോർത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തൃണമൂൽ കോൺഗ്രസിലെ രണ്ടാമനായ അഭിഷേക് ബാനർജിയുടെ ഫോണും ചോർത്തിയിൽ ഉൾപ്പെടുന്നു. കൂടാതെയാണ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ലൈംഗിക പരാതി ഉന്നയിച്ച സുപ്രീം കോടതി ജീവനക്കാരിയായ യുവതിയുടെ 3 മൊബൈലുകൾ ചോർത്തിയിരിക്കുന്നു. ഈ യുവതിയുടെ ബന്ധുക്കളുടേത് ഉൾപ്പെടെ 11 മൊബൈൽ ഫോണുകളാണ് ഇത്തരത്തിൽ ഈ വിവാദം നടക്കുന്ന ഘട്ടത്തിൽ ചോർത്തപ്പെട്ടിരിക്കുന്നത്. കൂടാതെയാണ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഫോൺ സഞ്ജയ് കച്രുവിന്റെ ഫോണും ചോർത്തിയതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത്. ഇതിൽ നിർണായകമാകുന്നത് സഞ്ജയ് കച്രു 2014-15 കാലഘട്ടത്തിൽ സ്മൃതി ഇറാനിയുടെ, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഫോൺ ചോർത്തപ്പെട്ടിരിക്കുന്നത്. കൂടാതെയാണ് VHP നേതാവ് പ്രവീൺ തൊഗാഡിയുടെ ഫോണും ചോർത്തി എന്നുള്ള വിവരം. ഇത്തരത്തിൽ BJPക്കാരും കേന്ദ്രമന്ത്രിമാരുമായ ഉൾപ്പെടെയുള്ള ഫോണുകളാണ് ചോർത്തപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ട ഫോണുകൾ ചോർത്തിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഫോൺ ചോർത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാക്കളുടെ ഫോണുകളും ചോർത്തിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ ചോർത്ത
ചോർത്തിയ കാലയളവ് എന്നുള്ളത് ഇവർ നിർണായകമായ ഒരു പദവി വഹിച്ചിരുന്ന അല്ലെങ്കിൽ നിർണായകമായ ഒരു സന്ദർഭം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഘട്ടങ്ങളിലാണ് ഈ ഫോൺ ചോർച്ച നടന്നത് എന്നതും നിർണായകമാണ്. അതേസമയം പെഗാസസും അതിന്റെ മാതൃകമ്പനിയായ NSOയും ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിഷേധിക്കുകയാണ്. എങ്കിൽ പോലും ഇന്ത്യ ഇത്തരത്തിൽ പെഗാസസ് മാൽവെയർ തങ്ങളിൽ നിന്നും വാങ്ങിയെന്നോ വാങ്ങിയിട്ടില്ല എന്നോ വ്യക്തമാക്കാൻ കമ്പനി തയ്യാറായിട്ടില്ല. എന്നാൽ സർക്കാരിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് മാത്രമേ തങ്ങളുടെ സോഫ്റ്റ്വെയർ നൽകൂ എന്നും പൂർണ്ണമായും ഇത്തരത്തിൽ UN ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട NSO വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NSO ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളോ ഈ സോഫ്റ്റ്വെയർ വാങ്ങിയില്ല എന്ന് പറയുമ്പോഴും മറ്റാർക്കും തന്നെ ഇത് വാങ്ങാനാകില്ല എന്ന് തന്നെയാണ് NSOയുടെ നയങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃനിരയിൽ അടക്കം ഇത്രയധികം പേരുകൾ കേന്ദ്രമന്ത്രിമാരുടെ അടക്കം പേരുകൾ പുറത്തു വരുമ്പോൾ രാവിലെ കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തൊട്ടു മുൻപ് ഇത് ഇത്തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നതിൽ അസ്വാഭാവികതയുണ്ട്, അല്ലെങ്കിൽ ഇത് കെട്ടുകഥയാണ്. അത്തരത്തിലുള്ള ന്യായങ്ങൾ കൊണ്ട് ഇനി പ്രതിരോധിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് ഈ വരുന്ന ആരോപണങ്ങളെ വിവാദങ്ങളെ പ്രതിരോധിക്കാൻ വല്ല വഴിയുമുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഏറെ നിർണായകമാണ്. കാരണം പുറത്തു വന്ന വിവരങ്ങൾ, ഈ രേഖകളെല്ലാം തന്നെ സർക്കാരിന് എതിരാണ്. ഇതിൽ ഈ നമ്പറുകൾ അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ പേരുകൾ എന്നത് ഇവരുടെ ഫോണുകൾ പലതിലും പൂർണ്ണമായും ഇത് ബാധിച്ചിട്ടുണ്ടോ, മുഴുവൻ ചോർത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെങ്കിൽ പോലും ഈ നമ്പറുകൾ എന്തായാലും NSOയുടെ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ NSOയ്ക്ക് നൽകിയതിൽ നിന്നും ലഭിച്ചതാണ്. ഇത് ചോർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് BJP നേതാക്കളുടെയും കേന്ദ്രമന്ത്രിമാരുടേത് ഉൾപ്പെടെയുള്ള നമ്പറുകൾ ഇത്തരത്തിൽ ഫോണുകൾ ഇത്തരത്തിൽ ചോർത്തിയിരിക്കുന്നു എന്നുള്ളത് BJPക്ക് ആഭ്യന്തരമായി തന്നെ സമ്മർദ്ദം അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ്. ഇത് കൂടാതെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ. കാരണം ഒരു പൗരന്റെ അവകാശങ്ങളെ പോലും ലംഘിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ സ്വകാര്യത ലംഘിച്ചുകൊണ്ട് ഫോൺ ചോർത്തുക എന്നുള്ളതാണ് നടന്നിരിക്കുന്നത്. ഇത് ഇത്തരത്തിൽ ഏജൻസികൾക്ക് അല്ലാതെ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾക്കോ സർക്കാരിനോ അല്ലാതെ മറ്റൊരാൾക്കും തങ്ങളുടെ സോഫ്റ്റ്വെയർ നൽകില്ല എന്ന നയം NSO വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ AM ആരിഫ് MP ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഈ വിഷയത്തോട് പ്രതികരിക്കാൻ. ശ്രീ AM ആരിഫ്, താങ്കൾ അറിഞ്ഞു കാണും ഒരുപക്ഷെ കേന്ദ്രമന്ത്രിമാരുടെ അടക്കം കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പ്രതിപക്ഷ നേതൃത്വത്തിലെ പലരുടെയും ഫോണുകൾ ചോർത്തിയെന്നുള്ള റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഏത് തരത്തിൽ പ്രതിരോധത്തിലാകുന്നു, എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത് എല്ലാ തരത്തിലുള്ള പ്രതിപക്ഷ നീക്കങ്ങളെയും തങ്ങൾക്കെതിരായി വരുന്ന വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും അതുപോലെ മാധ്യമങ്ങളുടെയും നീതിന്യായ സംവിധാനങ്ങളുടെയും എല്ലാ തങ്ങളെ വിമർശിക്കുന്നവരെ എല്ലാം സുസൂക്ഷ്മം വീക്ഷിച്ച് അവരുടെ നീക്കങ്ങളെയെല്ലാം മുളയിലെ തുള്ളി തകർത്ത് തങ്ങളുടെ ഫാസിസ്റ്റ് ഏകാധിപത്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വെപ്പണായിട്ടാണ് ഇവർ ഈ പെഗാസസിന്റെ ഈ മാൾവെയർ ഉപയോഗിച്ചിട്ടുള്ളത്, ഈ സ്പൈവെയർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ജനാധിപത്യ സംവിധാനത്തെയും ഭരണഘടനാ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഇവർ നടത്തി വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. കുറച്ച് ദിവസം മുമ്പ് മാത്രമാണ് നമ്മൾ വളരെ പ്രസക്തമായ ചില അന്വേഷണ വിവരങ്ങൾ അമേരിക്കൻ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് IT ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടത്. അവർ കസ്റ്റഡിയിലെടുക്കുന്ന രാജ്യദ്രോഹ കുറ്റം ചുമത്തി കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളുടെ അവരുടെ എല്ലാം പിടിക്കപ്പെടുന്ന കമ്പ്യൂട്ടറുകളിൽ ഇതുപോലെ തന്നെ കൃത്രിമമായ കള്ളത്തെളിവുകൾ ഉണ്ടാക്കി അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ള വിവരം വന്നിട്ട് അധിക ദിവസം ആയില്ല. അതേ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ച് ഒരു ഭരണകൂട ഭീകരത സൃഷ്ടിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ജനങ്ങളെയെല്ലാം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി തങ്ങളുടെ പരിധിയിലാക്കാൻ വേണ്ടിയിട്ട് ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തോടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ കേസെടുക്കുന്നു. NIAയും അതുപോലെ തന്നെ EDയെയും എല്ലാം ഉപയോഗപ്പെടുത്തി അവരെല്ലാം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നു. മറുഭാഗത്ത് പിടിക്കപ്പെടുന്നവരെല്ലാം കമ്പ്യൂട്ടറുകളിൽ ഇത്തരത്തിലുള്ള അവരെ കൃത്രിമമായ ചുമത്തുന്നു, അവരെ പുറത്തേക്ക് വിടുന്നില്ല. മാധ്യമപ്രവർത്തകരെ അതുപോലെ ഇപ്പോൾ സ്റ്റാൻസാമിയുടെയൊക്കെ സംഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്ന നടപടികളാണ്. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ അതേസമയം തന്നെ കേന്ദ്ര IT മന്ത്രി അശ്വനി വൈഷ്ണവ് അടക്കം 2 കേന്ദ്രമന്ത്രിമാരുടെയും ഫോണുകൾ ചോർത്തിയതായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്.
അതായത് നമ്മൾ ഇപ്പോൾ നടത്തിയ, എനിക്ക് ബലമായ വിശ്വാസം ഇപ്പൊ കുറച്ചുകൂടി ഇവർ നടത്തിയ മന്ത്രിസഭാ പുനഃസംഘടന പോലും തങ്ങളുടെ പരിധിയിൽ നിൽക്കാത്തവരെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണോ എന്നുകൂടി നിൽക്കുന്നത്. അതായത് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും തങ്ങളുടെ പരിധിയിൽ തങ്ങളോടൊപ്പം ചേരാതെ തങ്ങൾക്ക് മുകളിലൂടെ പറന്ന് അവരുടെ തന്നിഷ്ടപ്രകാരം വരുമാന സമ്പാദനമോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള ഇടപെടുന്ന ആൾക്കാരെ അടക്കം നിരീക്ഷിക്കുകയാണ് സംശയമുള്ളവരെല്ലാം. സ്വന്തം പാർട്ടിയിലുള്ളവരെയും സ്വന്തം ഗവൺമെന്റിനോടൊപ്പം പ്രവർത്തിക്കുന്നവരെ പോലും നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇത് അമിത്ഷായും അതുപോലെ നരേന്ദ്രമോദിയും ചേർന്നുള്ള ഈ സ്വന്തം വിഭാഗം, ഈ രണ്ട് സയാമീസ് ഇരട്ടകൾ ഈ രാജ്യത്തെ അങ്ങേയറ്റം ഫാസിസ്റ്റ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുകയും കുഴിച്ചുമൂടുകയും ചെയ്യുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. അതുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജിയുടെ അടക്കം വന്നിരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടത്തിൽ വലിയൊരു JPC എൻക്വയറിയാണ് ഏറ്റവും നല്ലത്. നന്ദി ശ്രീ എം ആരിഫ് എം പി സമയത്ത് പ്രതികരിച്ചപ്പോൾ രൺദീപ് സുർജേവാല കോൺഗ്രസ് വക്താവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. NSO और पेगासस को हम तो जानते ही नहीं, उन्होंने तो बयान ही दे दिया. शायद मंत्री जी अगर आप कांग्रेस के कॉलिंग अटेंशन में पुराने आईटी मिनिस्टर का 28 नवंबर 2019 का जवाब पढ़ लेते तो इतना झूठ संसद को ना बोलते. ये मैं इस देश के फॉर्मर आईटी मिनिस्टर रविशंकर प्रसाद का संसद का जवाब दिखा रहा हूं आपको, जो कांग्रेस के कॉलिंग अटेंशन मोशन पर राज्यसभा में उन्होंने दिया. और वहां उन्होंने 3 बातें मानी. पहली बात कि 121 आदमियों के नाम उनके पास आए हैं हिंदुस्तान के, जिनके टेलीफोन को पिगैसस इजरायली जासूसी यंत्र से हैक किया गया है. यह मैं नहीं कह रहा, मैं आपको दिखा देता हूं. यह मंत्री जी ने मान लिया और संसद के पटल के ऊपर मान लिया कि 121 नाम तो उनके पास है. तो जब मिनिस्टर ये कह रहे हैं कि मेरे पास 121 नाम हैं, तो फिर आज आईटी मिनिस्टर ये क्या कह रहे हैं? दूसरा, उन्होंने ये माना कि NSO को नोटिस दिया गया नवंबर 2019 में. यह भी उन्होंने मान लिया. यह है अभी तक व्हाट्सएप ने हमें 121 नाम, ये देखिए. तो ये तो खुद ही मानते थे. नवंबर 2019 में भारत सरकार ने संसद के पटल पर माना और उसके बाद यह भी कहा कि हमने NSO को नोटिस दिया है. मैं आपको वो लाइन पढ़कर बता देता हूं. श्री रविशंकर प्रसाद, हमने तो आपको पहले ही कहा था कि NSO को भी नोटिस दिया है. तो भैया उस नोटिस का क्या हुआ वैष्णव साहब? या आपको सरकार बता नहीं रही? नए नए आईटी मिनिस्टर बने हो, आप कह रहे हो हमारा पिगैसस के बारे में जानकारी नहीं. आपके मंत्री कह रहे हैं 121 नाम है, हमने तो NSO को नोटिस दिया है. अब कौन सा मंत्री झूठ बोल रहा है? पुराने वाला झूठ बोल रहा है या नया वाला झूठ बोल रहा है? इसलिए हमारे सीधे सीधे 6 सवाल हैं और आदरणीय खड़गे साहब और उसके बाद अधीर रंजन जी अपनी बात कहेंगे. पहला, is spying on India's security forces, judiciary, cabinet ministers, opposition leaders including Shri Rahul Gandhi, journalists and other activities through a foreign entity's spyware not treason and an inexcusable dismantling of national security? क्या हिंदुस्तान में मुख्य चुनाव आयुक्त, विपक्ष के नेता समेत श्री राहुल गांधी, खुद के कैबिनेट मंत्रियों, पत्रकार साथियों, एक्टिविस्ट और इन सब की जासूसी करवाना अगर देशद्रोह नहीं और राष्ट्रीय सुरक्षा से खिलवाड़ नहीं तो क्या है? दूसरा सवाल, क्या 2019 के लोकसभा चुनाव से पहले और उसके बाद प्रधानमंत्री श्री नरेंद्र मोदी जी और उनके गृह मंत्री अमित शाह जी और उनकी सरकार जासूसी करवा रही थी? और तीसरा, भारत सरकार ने यह इजरायली जासूसी सॉफ्टवेयर पिगैसस कब खरीदा? क्या इसके लिए होम मिनिस्टर अमित शाह जी ने अनुमति दी या प्रधानमंत्री जी ने अनुमति दी? और कितना 1000 करोड़ रुपया खर्च हुआ?
या कितने सैकड़ों रुपया खर्च हुआ और वो पैसा कहां से आया। चौथा, अब यह साफ है कि अप्रैल मई 2019 में, यह देखिए यह सर्ट इनकी रिपोर्ट है, भारत सरकार को इस सॉफ्टवेयर की जानकारी थी। तो 2019 से 2021 के बीच में मोदी जी अगर आपको जानकारी थी तो आप और अमित शाह जी चुप क्यों रहे? भारत सरकार ने रहस्यमयी चुप्पी, षड्यंत्रकारी चुप्पी क्यों साध रखी है? और पांचवां सवाल, देश में आंतरिक सुरक्षा के जिम्मेवार तो अमित शाह हैं, तो माननीय अमित शाह को एक सेकंड भी क्या अपने पद पर बने रहने का अधिकार है? उन्हें बर्खास्त क्यों नहीं किया जाना चाहिए? क्योंकि यह सब तो उनकी देखरेख में हो रहा है। जासूसी कांड जो है इस देश का, वो तो अमित शाह जी की देखरेख में हो रहा है। और आखिरी, क्या प्रधानमंत्री की भूमिका की जांच नहीं होनी चाहिए? ये कुछ प्रश्न है। अब इससे पहले कि हम आपके प्रश्न लें, मैं आदरणीय खड़गे साहब से अनुरोध करूंगा, क्योंकि इसने पूरे देश को, इस जासूसी कांड ने पूरे देश को हिला दिया है। हिंदुस्तान के विपक्ष के नेता आदरणीय खड़गे साहब अपनी बात कहेंगे। अभी सुरजेवाला जी ने जो तफसीली के साथ स्टेटमेंट को आपके सामने रखी है, मैं समझता हूं उसमें और ऐड करने की ज़रूरत नहीं है। फिर भी मैं ये कहूँगा कि आज देश के प्रधानमंत्री खुद और गृह मंत्री खुद अगर लोकतंत्र में विरोधी पार्टियों के नेताओं की जासूसी करना और बहुत से पत्रकारों के पीछे भी जासूसी करना, इतना ही नहीं खुद के मंत्रियों का भी उन्होंने जासूसी कर रहे हैं, इसका सबूत मिला है और वो आपके सामने तफसीली के साथ वो रखे हैं। यहाँ तक भी नहीं, हमारे राहुल गांधी जी के उनका भी जासूसी ഫോൺ ചോർത്തൽ വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയായിരുന്നു. രൺദീപ് സിംഗ് സുർജേവാല അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്.